അപ്പം ഗേസ് നമ്മൾ ദുബായ് മാൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാനുണ്ട്, എൻ്റെ അപ്പച്ചി ഉണ്ട്, എൻ്റെ ഐഷുമോളുണ്ട്, എൻ്റെ ആസിമോനുണ്ട്, എൻ്റെ അമ്മച്ചിയുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ദുബായ് മാളിൻ്റെ വിശേഷം കാണാം. ഞങ്ങൾ മെട്രോ ഇറങ്ങി ഇനിയും ദുബായ് മാൾക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ കുറേ നടക്കാനുണ്ട് കേട്ടോ. ദുബായ് മാൾക്ക് ഇവിടെ ബോർഡൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരമായി ഇപ്പം നടക്കുന്നത്. അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇന്നിവിടെ തിരക്കൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇപ്പച്ചി ഇമ്മച്ചിയൊക്കെ ബാക്കിലാണ്, ഇതാ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഐശുവിനെ കാണാം. ഐശു ഇതാ ബേബി ബാസ്ക്കറ്റിലിരുന്ന് പോവാണ്. പല നാട്ടിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷുകാരുണ്ട്, പിന്നെ അറബിക്കാരുണ്ട്, പിന്നെ നമ്മളെ പോലെ. അപ്പം നമ്മൾ നടന്ന് ബുർജ് ഖലീഫൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര വലിപ്പമല്ല ബുർജ് ഖലീഫയല്ല കാണുന്നത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ബുർജ് ഖലീഫിൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ട്. ആ ബുർജ് ഖലീഫമ്മ കുറേ പാട്ടും കളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതവിടെ വെള്ളമൊക്കെ തെറിച്ചുണ്ട്. ബുർജ് ഖലീഫ നോക്ക് ഭയങ്കര രസമുണ്ടല്ലേ. ഇതവിടെ നിന്ന് വെള്ളമൊക്കെ തെറിച്ചുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല, ഞാൻ കുറച്ച് തള്ളി വിട്ടതാണ്. അപ്പോൾ ബുർജ് ഖലീഫ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ ബുർജ് ഖലീഫ ഏറ്റവും ഉയരം കൂടിയ ഫ്ലാറ്റ് ആണെന്ന് തന്നെ എനിക്കറിയുള്ളൂ, അല്ലാതെ എന്തൊന്നും എനിക്കറിയില്ല. എന്താ ഭംഗി, ബുർജ് ഖലീഫിനെ കാണാൻ എന്ത് രസമാണ്. എല്ലാവരും നോക്കി ഗേസ്, ഇവിടെ വെള്ളമൊക്കെ തെറിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗേസ് നമ്മൾ വീണ്ടും മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. എന്താ ഐസ്ക്രീം കട ഉണ്ട്. അപ്പോൾ ഗേസ് ഈ മാളിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുണ്ട്. അപ്പം നിങ്ങൾ തന്നെ കുറേ കണ്ടോളി. അപ്പം ഞാൻ ഇനിയൊന്നും പറയണില്ല. ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പം ഞാൻ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഗേസ് ഇത് ഫണ്ണി ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പത്തെ ആൾ കുറേ എന്നെ ഐസ്ക്രീം തരാന്ന് പറഞ്ഞ് കളിപ്പിച്ചു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഐസ്ക്രീം തരും. ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇതൊക്കെ വാങ്ങുന്നുണ്ട്, പക്ഷെ അറബിയാൾ കുറേ വാങ്ങുന്നുള്ളൂ.
അപ്പൊ ഗീസ് നമ്മൾ പോണ വഴിക്ക് മെസ്സിനെ കണ്ടപ്പോൾ ഞാൻ ചാടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഞാനേശം കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഗെയ്സ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾ ചക്കർ ഷൂവില് കളിക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഗേസ് ഈ കാണുന്നതാണ് ദിനോസറിന്റെ അസ്ഥികൂടം. നമ്മൾ ദുബായ് മാളിലുള്ള വലിയ അക്വേറിയം കാണാൻ പോവാണ്. ഈ അക്വേറിയത്തിൽ 1 കോടി ലിറ്റർ വെള്ളമുണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കടൽ പോലെ വിശാലമായ അക്വേറിയമാണ് ഇത് വലിയൊരു അക്വേറിയമാണ്. കടലിന്റെ ഭാഗത്തുള്ള എല്ലാ മീനുകളും പല തരത്തിലുള്ള മീനുകളും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഭംഗിയുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല, ഇവിടെ നല്ല തിരക്കുണ്ട്. എനിക്ക് കഴിയണ പോലെ എടുക്കുകയാണ്. എൻ്റെ അമ്മച്ചിൻ്റെ കയ്യിലും ഉപ്പച്ചിൻ്റെ കയ്യിലും ഓരോ കുട്ടികളുണ്ട്. അപ്പം ഞാൻ തന്നെ എനിക്ക് കഴിയണ പോലെ എടുക്കണം.